ആപ്പിളിൻ്റെ ഐഫോൺ 12 മിനി ഐഫോൺ 12 സീരീസ് ഇറങ്ങിയതിനകത്ത് വെച്ച് ചെറിയൊരു ഫോണായിരുന്നു. അതായത് ചെറിയ ഫോൺസ് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ വന്നൊരു ഫോണായിരുന്നു ഐഫോൺ 12 മിനി എന്ന് പറയുന്നത്. അതും എനിക്ക് ചെറിയ ഫോൺസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഐഫോൺ 12 മിനി വാങ്ങിച്ചായിരുന്നു. എൻ്റെ മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കുകയും ചെയ്തായിരുന്നു ആ ഒരു വർഷം. പക്ഷേ അതിനുശേഷം 13 സീരീസ് ഇറങ്ങിയ സമയത്ത് 13 മിനി വന്നെങ്കിൽ ഞാൻ അത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 12 മിനി ഉപയോഗിച്ചപ്പം ഒരു മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 13 മിനിയുടെ റിവ്യൂ വരാൻ ഒരുപാട് വൈകിയിരിക്കുന്നത്. അതായത് ഞാനതൊരു മെയിൻ ഫോണായിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് വരാത്തത്. അതിന് ഞാൻ 13ലേക്കാണ് അപ്ഗ്രേഡ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 2022 ആയ സമയത്ത് ഐഫോൺ 12 മിനി ഒഫീഷ്യലായിട്ട് ആപ്പിൾ വിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രൈസിങ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 13 മിനിൻ്റെ ഒക്കെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ പ്രൈസ് കൂടി നിൽക്കുവാണ്. അതായത് 70,000 ആണ് ഒഫീഷ്യൽ പ്രൈസിങ് പറയുന്നത്. 12 മിനിയുടെ ഒഫീഷ്യൽ പ്രൈസിങ് ഏതാണ്ട് ഒരു 60,000 ആണ് പറയുന്നത്, സ്റ്റാർട്ടിംഗ് പ്രൈസിങ് പറയുന്നത്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് ഒക്കെ നല്ല ഓഫറിൽ വാങ്ങിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് യൂണിറ്റിന് തന്നെ ഏതാണ്ട് ഒരു 45,000 റേഞ്ചൊക്കെ പ്രൈസിങ് വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫോൺ വാങ്ങിക്കണം വേണ്ടെന്ന് ഒരുപാട് പേർക്ക് സംശയം കാണും. അത് മാത്രമല്ല ചിലപ്പോൾ ചെറിയ ഫോൺസ് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും താല്പര്യം കാണും. അതായത് ഇപ്പോൾ ഒരു ഐഫോൺ 7 8 ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 12 മിനിയിലേക്ക് പോകാനൊരു താല്പര്യം കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു കാണി വീഡിയോ. ഐഫോൺ 12 മിനി നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫോൺസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ചെറിയ ഫോൺസ് ഇഷ്ടമാകുമ്പോഴത്തേക്കും ചെറിയ ഫോൺ വാങ്ങിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണായിരിക്കും. അത് മാത്രമല്ല നമുക്കിപ്പോൾ കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിനകത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒട്ടും ബൾക്ക് ഇല്ലാത്തൊരു ഫോണായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ 12 മിനി എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫോണാണ്. അതായത് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ പോലും ഡിസ്പ്ലേക്കകത്ത് ഒരു പ്രശ്നങ്ങളില്ല. ഡിസ്പ്ലേയുടെ സൈസ് അത്യാവശ്യം വലുതാണ്. അത് മാത്രമല്ല ആദ്യമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിരുന്നെങ്കിലും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡിസ്പ്ലേക്കകത്ത് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ പിന്നെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഫോണിനകത്ത് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഞാൻ ഒരു ഹെവി യൂസർ ആയതുകൊണ്ടാണ്. അതായത് ബാറ്ററി ബാക്കപ്പ് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെറിയ ഫോൺസ് ഇഷ്ടമാണ്. നമ്മളൊരു ലൈറ്റ് യൂസർ ആണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ളൊരു ബാറ്ററി അല്ല. ഇപ്പോൾ ഐഫോൺ SE 2 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ബാറ്ററി ബാക്കപ്പാണ് ഐഫോൺ 12 മിനിക്ക് കിട്ടുന്നത്. അതിപ്പോൾ 2022 എടുക്കാൻ നേരത്ത് തന്നെ ഈ ഐഫോൺ 12 മിനി എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ കണക്കിന് പെർഫോം ചെയ്യുന്ന ഫോൺ തന്നെയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് എടുക്കാൻ നേരത്തും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പോരായ്മ ഞാൻ പറഞ്ഞില്ലേ, ഫോം ഫാക്ടർ ചെറുതായതുകൊണ്ട് കിട്ടിയേക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2227 mAh ആണ്. അപ്പോൾ അതൊരു ചെറിയ ബാറ്ററിയാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് OLED ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD ആണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ടും പിന്നെ ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെവി ടാസ്ക് ചെയ്യുവാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവും. അതായത് നമുക്ക് ഫുൾ ചാർജിൽ നിന്ന് 0% എത്താൻ വേണ്ടി ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം അങ്ങനെ കിട്ടും. ഇപ്പോൾ ഈ ഹെവി ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഗെയിം കളിക്കും. അതായത് ഒരു ഹെവിയായ ഗെയിമൊക്കെ നമ്മൾ കുറേ നേരം കളിക്കുവാണെങ്കിൽ ബാറ്ററി ഭയങ്കര ഫാസ്റ്റായിട്ട് ഡ്രെയിൻ ആവുന്ന ഒരു കാര്യം കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. കാരണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരുപാട് ഹെവി ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കത്തില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ബ്രൗസിങ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, ഇടയ്ക്ക് ഫോട്ടോ എടുക്കുക, ലൈറ്റായിട്ട് ഗെയിം കളിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യമാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കുഴപ്പമില്ലാതെ നിൽക്കും. അതായത് നമുക്ക് രാവിലെ ഫുൾ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 20% 10% റേഞ്ചിൽ എത്തത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ബാറ്ററിയാണ് ഇവിടെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് ഈ ഐഫോൺ 12 മിനിയിൽ നിന്ന് 13 മിനിയിലേക്കുള്ള അപ്ഗ്രേഡിനകത്ത് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അതായത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്ന ഫോണാണ് 13 മിനി. പക്ഷെ നിങ്ങൾക്ക് 12 മിനി ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ 13 മിനിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ ഭയങ്കര വ്യത്യാസങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപ്ഗ്രേഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതിവിടെ 12 മിനി ഇപ്പോൾ 2022 ആയ സമയത്തും ബാറ്ററിയുടെ കാര്യം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇപ്പോഴും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തന്നെയാണ് വർക്ക് ആവുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ പോലും ഡിസ്പ്ലേ എന്ന് പറയുന്നത് OLED ഡിസ്പ്ലേ ആണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഫുൾ HD വരുന്നുണ്ട്. അത് ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.4 ഇഞ്ചാണ്. അത് ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് HDR10 സപ്പോർട്ടും ഡോൾബി വിഷൻ സപ്പോർട്ടും അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നോക്കാൻ നേരത്ത് തന്നെ നല്ലോണം ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മൾ നോർമൽ കണ്ടന്റ് കാണുവാണെങ്കിൽ 625 nits വരെ പോകുന്നുണ്ട്. നമ്മൾ അതല്ല HDR കണ്ടന്റ് ആണ് കാണുന്നതെങ്കിൽ 1200 nits വരെ പോകുന്നുണ്ട്. അതായത് സ്പെസിഫിക്കേഷൻ വെച്ച് ഈ ഡിസ്പ്ലേ എപ്പോഴും ടോപ്പ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നും കിട്ടുന്നില്ല. അതിപ്പം ഐഫോൺ പ്രോ സീരീസിലുള്ളൂ. 13 പ്രോ അല്ലെങ്കിൽ 13 പ്രോ മാക്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് 13 മിനിക്ക് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷെ നമ്മൾ കണ്ടന്റ് കാണുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുവാണെങ്കിൽ 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള വീഡിയോ ആണെങ്കിൽ, അതായത് യൂട്യൂബിൻ്റെ സാധാരണ വീഡിയോ ആണെങ്കിൽ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊച്ചായിട്ടിരിക്കും. അതായത് വീഡിയോയ്ക്കകത്ത് ആ ബ്ലാക്ക് ബാർ സൈഡിൽ വരാൻ നേരത്ത് നമുക്ക് കൊച്ചായിട്ട് തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി കണക്കത്തേക്ക് ഗെയിം കളിക്കാൻ നേരത്ത് ഈ ഡിസ്പ്ലേ ചെറുതായതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അറിയാൻ പറ്റും. അതായത് നമുക്ക് വലിയ ഫോണിൽ കളിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെറുതാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് നമുക്കിപ്പം സോഷ്യൽ മീഡിയ ബ്രൗസിങ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മളിപ്പം മെസ്സേജ് ഒക്കെ അയക്കുവാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതായത് നമുക്ക് കോമ്പാക്റ്റ് ആയ ഫോം ഫാക്ടറിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്പ്ലേയിൽ വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. അത് ഈ 2022 ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും അത് നമുക്ക്
ഇവിടെ വ്യൂയിങ് ആംഗിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പറയാൻ നേരത്ത് ഒരു കംപ്ലൈൻറ്റും പറയില്ല. ഇപ്പോഴായാലും ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസ്പ്ലേ ആണ്. പക്ഷേ ചെറിയ ഫോൺ ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് കണക്കൊരു അഡ്വാൻറ്റേജും ഈ ഡിസ്പ്ലേ കാണാൻ പറ്റും. അതിവിടെ കോമ്പാക്റ്റ് ആയ ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റ് ആണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് 133 ഗ്രാംസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. അലുമിനിയം ഫ്രെയിമും പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇപ്പോൾ കളർ പോകുന്ന ഒരു കാര്യം കാണാൻ പറ്റും. അതായത് കളർ ഫെയ്ഡ് ആവുന്ന കാര്യം അല്ലെങ്കിൽ കളറിനകത്ത് ഒരു സ്ക്രാച്ച് വീഴുന്ന ഈ ഫ്രെയിമിനകത്തോ അല്ലെങ്കിൽ ഈ ക്യാമറ ലെൻസിന് ചുറ്റിനുമുള്ള ആ ഒരു സൈഡിലൊക്കെ നമുക്ക് ആ ഒരു കളർ പോകുന്ന കാര്യം കാലക്രമേണ കാണാൻ പറ്റും. പക്ഷെ അല്ലാതെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഫോം ഫാക്ടറും ഡിസൈൻ ആയാൽ പോലും നല്ലതാണ്. അതായത് ഡിസൈൻ അട്രാക്റ്റീവായ ഡിസൈനാണ്. അപ്പോൾ 2022 12 മിനിക്ക് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിൻ്റെ ക്യാമറ സിസ്റ്റത്തിനകത്തും പെർഫോമൻസിനകത്താണ്. ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്യാമറ സിസ്റ്റമാണ്. ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ പോലും ഒരു പെർഫെക്റ്റ് ക്യാമറ സിസ്റ്റം തന്നെയാണ്. ബാക്കി 2 ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് മെയിൻ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. സെക്കൻഡറി ക്യാമറ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അത് ഈ 2 ക്യാമറയും 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് ഈ മെയിൻ ക്യാമറ വെച്ച് നമ്മൾ ഏത് ലൈറ്റിംഗ് ഫോട്ടോ എടുത്താലും ഇപ്പോഴായ പോലും നല്ല പെർഫെക്റ്റ് ആയ ഫോട്ടോസാണ് വരുന്നത്. ഫോട്ടോയ്ക്കകത്ത് നല്ല ഡീറ്റെയിൽസ് കിട്ടും. അതിനൊക്കെ തന്നെ ഷാർപ്നെസ്സും കളറും എല്ലാം നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീച്ചേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇപ്പോൾ നൈറ്റ് മോഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഡീപ് ഫ്യൂഷൻ സപ്പോർട്ട് ഉണ്ട്. പിന്നെ സെക്കൻഡറി ക്യാമറ, അതായത് നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കാൻ നേരത്ത് തന്നെ അതിനകത്ത് ഈ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ലൈറ്റ് കുറഞ്ഞ സമയത്ത് ഉപയോഗിക്കാൻ നേരത്ത് ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കുറയും. എന്നാലും ലൈറ്റ് ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ നേരത്ത് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെയും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഫോൺസിനകത്ത് എപ്പോഴും ഉള്ളതാണ്. അതായത് വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ എടുത്താൽ പോലും ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഈ iPhone 12 മിനിയുടെ വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ 4K 60 FPS ആണ്. അത് നമുക്ക് HDR വീഡിയോ എടുക്കാൻ പറ്റും 4K 30 FPS വരെ. അതിവിടെ നമ്മൾ HDR എടുക്കുന്നില്ല, സാധാരണ വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ 4K 60 എടുക്കാൻ നേരത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അതായത് നല്ല സ്റ്റേബിൾ ആണ്. നമുക്കൊരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്തൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു മെയിൻ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ക്യാമറ അഡ്വാൻറ്റേജ് ബാക്ക് ക്യാമറയ്ക്കകത്ത് മാത്രമല്ല ഫ്രണ്ട് ക്യാമറയ്ക്കും ഉണ്ട്. ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അതും ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന സെൽഫീസ് ഇപ്പോഴായാലും നല്ല ഡീറ്റെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷാർപ്നെസ് ഉള്ള സെൽഫി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ എടുത്താലും ഔട്ട്ഡോർ എടുത്താലും അതുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചും വീഡിയോ റെക്കോർഡിങ്ങിനകത്തും പെർഫെക്റ്റ് ആയ വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. അതായത് iPhone 12 മിനിയുടെ ക്യാമറ സിസ്റ്റം ഇപ്പോൾ 2022 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. ഈ ഒരു ബഡ്ജറ്റ് എടുക്കാൻ നേരത്തെ ഈ ഫോണിൻ്റെ ഒഫീഷ്യൽ പ്രൈസിനുള്ള ബഡ്ജറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടി മികച്ച നിൽക്കുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ് ഈ ഫോണിനകത്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കാര്യം ഇവിടെ എടുത്ത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്ത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പാണ്. അത് RAM 4GB RAM ആണ്. അത് ഇപ്പോഴായപ്പോൾ ഇപ്പോൾ 2022 ആയപ്പോൾ ഈ ഫോൺ ഇറങ്ങിയിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് പോലും പെർഫോമൻസിനകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. എല്ലാം വളരെ സ്മൂത്തും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ആവണം. ഇപ്പോൾ നിങ്ങൾ ഹെവിയായ ഗെയിം കളിക്കണം, ഏറ്റവും ഗ്രാഫിക്സ് കൂടിയ ഗെയിം കളിച്ചാൽ പോലും ഫോൺ ചൂടാവുന്നൊരു കാര്യം ഉണ്ടെങ്കിലും പെർഫോമൻസ് ലാഗോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതായത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ വളരെ സ്മൂത്താണ്, എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ആവും. റാമിനകത്തും പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇപ്പം ഇറങ്ങുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനൊപ്പം വെച്ച് നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഈ ഫോണിനകത്ത് ലാഗും കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അതിനൊപ്പം പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് പെർഫോമൻസ് സ്പേസസിനകത്ത് ഈ ഫോൺ ഇപ്പോഴായാലും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾ എടുക്കാൻ പോയാലും പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ട് ഈ ഫോണിൻ്റെ വലിയ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാർജിങ് എടുക്കാൻ നേരത്ത് ഈ ഫോണിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് വഴിയാണ്. ആ ഐഫോൺസിനകത്ത് എല്ലാത്തിനകത്തും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് മാക്സ് സേഫ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ മാക്സ് സേഫിനകത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാർജിങ് മെത്തേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വയർഡായിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. അതുകൊടുത്ത ബാറ്ററി കപ്പാസിറ്റി ഒരുപാട് കൂടുതലല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിളിൻ്റെ 20 വാട്ട് ചാർജർ കൊണ്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 50% ബാറ്ററി എത്തിക്കാൻ പറ്റും. അതായത് ഒരു അരമണിക്കൂറിന് താഴെ കൊണ്ട് തന്നെ നമുക്ക് 50% ബാറ്ററി ചാർജ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണിനുണ്ട്. അതായത് കോമ്പാക്ട് ആയതുകൊണ്ട് ബാറ്ററി ചാർജ് ആവുന്ന സ്പീഡും കൂടുതലാണ്. അതായത് പെട്ടെന്ന് തന്നെ ചാർജ് ആയി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുന്നതും ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഫീച്ചേഴ്സിനകത്ത് തന്നെ എല്ലാം ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് നമുക്കിവിടെ അൺലോക്കിംഗ് മെത്തേഡ് നോക്കുവാണെങ്കിൽ ഫേസ് ID ആണുള്ളത്. അത് മാത്രമല്ല iOS 15.4 വരാൻ നേരത്ത് നമുക്ക് ഫേസ് അൺലോക്ക് മാസ്ക് വെച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫേസ് ID വെച്ചുള്ള അൺലോക്ക് വീണ്ടും പഴയ കണക്ക് പെർഫെക്റ്റ് ആവുന്ന പോലെയാണ്. അതായത് നമുക്ക് പഴയ കണക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന കണക്കാണ്, മാസ്ക് ഊരാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണിന് കിട്ടും iOS 15.4 അപ്ഗ്രേഡ് ആയി കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് 5 ആണ് വന്നേക്കുന്നത്. അതും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കകത്ത് ഇഷ്യൂസ് ഇല്ല. പിന്നെ വൈഫൈ വേർഷൻ വൈഫൈ 6 കിട്ടുന്നുണ്ട്. പിന്നെ NFC ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആപ്പിൾ പേ സപ്പോർട്ട് ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആപ്പിൾ പേ ഉപയോഗിക്കാൻ പറ്റും.
അതുകൂടാതെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും സ്പീക്കർ ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്തുള്ള ബാക്കി ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഇയർ പീസ് കോളിംഗ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരെണ്ണമാണ്. അത് കണക്ക് തന്നെ കോളിംഗ് എക്സ്പീരിയൻസിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഡ്രോപ്പ് ഒന്നും വരുന്നില്ല. അതായത് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ 5G സപ്പോർട്ടുള്ള ഒരു ഫോണാണ് iPhone 12 mini. അത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കാൻ നേരത്ത് അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് 12 mini എന്ന് പറയുന്നത്. അപ്പോൾ 5G ലോഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും 5G സപ്പോർട്ട് ഇതിനകത്തുണ്ട്. അതും 5G ബാൻഡ് തിരക്കേല്ലാത്ത രീതി തന്നെ കിട്ടുന്നുമുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് IP റേറ്റിംഗ് ഉണ്ട്. IP68 റേറ്റിംഗ് ആണ്. അതും 6 മീറ്ററിൽ 30 മിനിറ്റിലേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ 2022 നിങ്ങൾക്ക് iPhone 12 miniയുടെ 128GB അല്ലെങ്കിൽ 256GB ഓപ്ഷൻ നല്ലൊരു ഡീല് കിട്ടുവാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് നിങ്ങളൊരു കോമ്പാക്ട് ഫോണാണ് നോക്കുന്നത്, നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമാണ്, അങ്ങനത്തെ ഫോൺസ് ഇഷ്ടമാണെങ്കിൽ 12 mini ഇപ്പോഴായാൽ പോലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരുപാട് പ്രൈസ് കൊടുത്തെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടി നല്ല 13 miniയിലേക്ക് പോകണതാണ്. പക്ഷേ നമുക്ക് നല്ല ഡീലില്ല, അതായത് ഒരു 45,000 റേഞ്ചിലൊക്കെ ഈ ഫോൺ കിട്ടുവാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ എടുക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഇപ്പോഴായാൽ പോലും. ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.